കേരളത്തിലൊടുവിൽ കാലാവസ്ഥ വീണ്ടും ഒരു മാറ്റമെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏത് മഴയ്ക്കാണോ കാത്തിരുന്നത്, ഇപ്പോൾ അതിന്റെ സൂചനകൾ വളരെ വേഗത്തിൽ കാണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ പെട്ടെന്ന് സജീവമായിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് വരും മണിക്കൂറുകളിൽ സ്ഥിതിഗതികൾ വേഗത്തിൽ മാറിയേക്കാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും വലിയ വാർത്ത ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. അവിടെ ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ കാണാൻ സാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യവുമായ കാലാവസ്ഥാ അപ്ഡേറ്റ് ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ എവിടെയാണോ മൺസൂൺ മഴ ഏകദേശം നിലച്ചതായി കാണപ്പെട്ടിരുന്നത്, അവിടെ ഇപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ ഒരു യു-ടേൺ എടുത്തിരിക്കുന്നു. അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലും ചിലയിടങ്ങളിൽ നേരിയ മഴയും ചിലയിടങ്ങളിൽ മിതമായ മഴയും കാണാൻ സാധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും വീശിയേക്കാം. അതിന്റെ ആഘാതം സാധാരണ ജനജീവിതത്തെ ബാധിച്ചേക്കാം. അതായത് മഴ ഇപ്പോൾ ദുർബലമായി എന്ന് ചിന്തിച്ചിരുന്നവർക്ക് ഈ അപ്ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതായി തെളിഞ്ഞേക്കാം. നിങ്ങൾ കേരളത്തിലോ പരിസര പ്രദേശങ്ങളിലോ ഉള്ളവരാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. കാരണം അടുത്ത കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നിലനിൽക്കുന്നതെന്നും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കാലാവസ്ഥ പെട്ടെന്ന് കൂടുതൽ അപകടകരമായ രൂപം പ്രാപിക്കുക എന്നും ഞങ്ങൾ പറയാൻ പോകുന്നു. അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന പുതിയ അസ്ഥിരത കാരണം മേഘങ്ങൾ വേഗത്തിൽ ഒത്തുചേരുന്നുണ്ടെന്നും അതുകൊണ്ടാണ് മഴയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമാകുന്നത് കാണപ്പെടുന്നത് എന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ മൺസൂൺ മഴ പെട്ടെന്ന് ദുർബലമായത് എന്തുകൊണ്ടാണ് എന്നതാണ്. വാസ്തവത്തിൽ ഇത്തവണ ജൂൺ ആദ്യ ദിവസങ്ങളിൽ കേരളത്തിൽ തുടർച്ചയായി ശക്തമായ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ മൺസൂൺ സിസ്റ്റം അപ്രതീക്ഷിതമായി ദുർബലമായി. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ സംസ്ഥാനത്തെത്തിയിട്ടും സാധാരണ മഴയുടെ പാറ്റേൺ തകർന്നു. ഇത്തവണ ശരാശരി മഴയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മധ്യ പടിഞ്ഞാറൻ ഉപദ്വീപ മേഖലകളിൽ രൂപപ്പെടുന്ന കനത്ത മൺസൂൺ മേഘങ്ങൾ ഇത്തവണ താരതമ്യേന കുറഞ്ഞ തോതിൽ സജീവമായിരുന്നു എന്ന് പല പഠനങ്ങളിലും വ്യക്തമായിട്ടുണ്ട്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഇതിനു പിന്നിൽ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽ നിനോ പ്രഭാവത്തെ വലിയ കാരണമായി കരുതുന്നു. ഇതാണ് മിക്കപ്പോഴും മൺസൂൺ കാറ്റുകളെ ദുർബലപ്പെടുത്തുന്ന ആഗോള കാലാവസ്ഥാ സംവിധാനം. ഇത്തവണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇത് കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലും മൺസൂൺ സാധാരണ പാറ്റേണിൽ മുന്നോട്ടു പോകാൻ കഴിയാത്തത്. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് രൂപപ്പെടുന്ന പുതിയ മേഘങ്ങളുടെ കൂട്ടം അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ മഴ ശക്തമായേക്കാം എന്ന പ്രതീക്ഷ വീണ്ടും നൽകിയിട്ടുണ്ട്. ഇതിനിടെ കാലാവസ്ഥാ വകുപ്പ് മറ്റൊരു ഗുരുതരമായ മുന്നറിയിപ്പ് കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നറിയിച്ചിട്ടുണ്ട്. മിന്നലുണ്ടാകുന്ന സാഹചര്യം എപ്പോഴും മുൻകൂട്ടി കാണാൻ കഴിയാത്തതാണ് പ്രത്യേകത. അതിനാൽ ആളുകൾക്ക് കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആകാശത്ത് മേഘങ്ങൾ വേഗത്തിൽ കൂടുന്നത് കണ്ടാൽ ഉടനെ സുരക്ഷിത സ്ഥലത്തെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും മിന്നലേൽക്കുന്ന സംഭവങ്ങൾ പെട്ടെന്നുണ്ടാകുകയും പ്രതികരിക്കാൻ പോലും സമയം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കാലാവസ്ഥാ സംവിധാനം അടുത്ത 24 മണിക്കൂർ കൂടി ശക്തമായാൽ കേരളത്തിലെ ചില ജില്ലകളിൽ കനത്ത മഴയുടെ വലിയൊരു ഘട്ടം ആരംഭിക്കുമോ? കാരണം നിലവിലുള്ള മുന്നറിയിപ്പിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താമെന്നും അപകടസാധ്യത വർദ്ധിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് നിരന്തരം പറയുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ദിവസവും കാലാവസ്ഥാ അപ്ഡേറ്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരാനിരിക്കുന്ന വിവരങ്ങൾ പ്രത്യേകിച്ച് തീരദേശവാസികൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പുറത്ത് കാലാവസ്ഥാ വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ അപ്ഡേറ്റാണിപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരത്തിനടുത്ത് സമുദ്ര സാഹചര്യങ്ങൾ വേഗത്തിൽ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട്. കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം. കുറച്ചു സമയത്തേക്ക് ഇതിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും എത്തിയേക്കാം. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സാഹചര്യങ്ങൾ വളരെ അപകടകരമാകാം എന്നാണ് ഇതിന്റെ നേരിട്ടുള്ള അർത്ഥം. അതിനാൽ നിലവിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലപ്പോഴും കടൽ ശാന്തമായി കാണപ്പെടുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ പെട്ടെന്നുയരുന്ന വലിയ തിരമാലകൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും മാറ്റാൻ കഴിയും.
ഇനി വരാനിരിക്കുന്ന 1-2 ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥ കൂടുതൽ സജീവമായി തുടരാമെന്നും അവിടെ തുടർച്ചയായി മഴ പെയ്യാമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും മഴയുടെ സമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പതുക്കെ കേരളം മുഴുവൻ വീണ്ടും ഒരു വലിയ മഴക്കാലത്തേക്ക് നീങ്ങുന്നതായി കാണപ്പെടുന്നു. പ്രത്യേകിച്ച് തീരദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ലമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം വെള്ളക്കെട്ട് പെട്ടെന്നുണ്ടായേക്കാം. ഏറ്റവും ആശങ്കജനകമായ കാര്യമെന്തെന്നാൽ കാലാവസ്ഥാ വകുപ്പ് 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രവചനം കൃത്യമാകുകയാണെങ്കിൽ പല പ്രദേശങ്ങളിലും റോഡുകളിൽ വെള്ളം നിറഞ്ഞേക്കാം, ചെറിയ തോടുകൾ കരകവിഞ്ഞൊഴുകിയേക്കാം, താഴ്ന്ന പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടേക്കാം. അതായത് ഇപ്പോൾ സാധാരണമായി കാണപ്പെടുന്ന മേഘങ്ങൾ തന്നെ അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഭയാനകമായ രൂപം കൈക്കൊണ്ടേക്കാം എന്നതാണ്. ഈ കാലാവസ്ഥയുടെ അപ്രതീക്ഷിതമായി മാറുന്ന മുഖമാണ് ഇപ്പോൾ ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇതിനിടെ സംസ്ഥാന ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ ആളുകൾക്ക് പ്രത്യേക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തുടർച്ചയായി മേഘങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ മേൽക്കൂരകളിലും തുറന്ന മൈതാനങ്ങളിലും മരങ്ങൾക്കടിയിലും നിൽക്കുന്നത് അപകടകരമായി തെളിഞ്ഞേക്കാം. പ്രത്യേകിച്ച് കുട്ടികളെ പുറത്തു കളിക്കുന്നതിൽ നിന്ന് തടയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇടിമിന്നലോടുകൂടിയ മഴയിൽ മിന്നലേൽക്കുന്ന സംഭവങ്ങൾ പെട്ടെന്നുണ്ടാകുന്നു. കാറ്റും മഴയും ആരംഭിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഏതെങ്കിലും ശക്തമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുകയും വൈദ്യുതോപകരണങ്ങളെ പ്രധാന സപ്ലൈയിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യുക. പിന്നെ ഈ സാഹചര്യമൊന്ന് മനസ്സിലാക്കൂ. കടലോര മേഖലകൾക്കുള്ള മുന്നറിയിപ്പിൽ പറഞ്ഞതുപോലെ ശക്തമായ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ എത്തുകയാണെങ്കിൽ പലയിടങ്ങളിലും മരച്ചില്ലകൾ ഒടിഞ്ഞുവീഴാം, വൈദ്യുത തൂണുകളെ ബാധിക്കാം, പ്രാദേശിക വൈദ്യുത വിതരണം തടസ്സപ്പെട്ടേക്കാം. അതിനാൽ പുരമേഞ്ഞതോ ബലമില്ലാത്ത മേൽക്കൂരയുള്ളതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ ആവശ്യമുണ്ടെങ്കിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ നടത്തണം. സാഹചര്യങ്ങൾ വേഗത്തിൽ മാറാമെന്നും മുന്നറിയിപ്പിന്റെ നില എപ്പോൾ വേണമെങ്കിലും ഉയർത്താമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറയുന്നു. കേരളത്തിലെ മലയോര മേഖലകൾക്കും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി ഈർപ്പം കൂടുന്നതിനാൽ റോഡുകൾ വഴുക്കലുള്ളതാകാൻ സാധ്യതയുള്ളതിനാൽ രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം നദികളുടെയും ജലാശയങ്ങളുടെയും പരിസരത്തു പോകുന്നവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഉയർന്ന പ്രദേശങ്ങളിൽ മഴ പെയ്യുകയും താഴെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പുഴ മുറിച്ചു കടക്കുന്നതും അനാവശ്യമായി ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും ആളുകൾക്ക് വിലക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഇനി മൺസൂൺ പൂർണ്ണ ശക്തിയോടെ തിരിച്ചുവരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെടുന്ന ചലനങ്ങൾ കാലാവസ്ഥാ വകുപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. അടുത്ത 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഈ സിസ്റ്റം കൂടുതൽ ശക്തമാകുകയാണെങ്കിൽ സംസ്ഥാനത്തെ പല ജില്ലകളിലും തുടർച്ചയായി ദിവസങ്ങളോളം മഴ ലഭിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. അതായത് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ കേരളത്തിൽ കാലാവസ്ഥ വീണ്ടും വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുന്നതായി കാണപ്പെടുന്നു. പിന്നെ നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യവുമായ കാലാവസ്ഥ അപ്ഡേറ്റ് ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥാ ചിത്രം അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഞെട്ടിക്കുന്നതായി തെളിഞ്ഞേക്കാം. കേരളത്തിൽ ഇനി യഥാർത്ഥ മൺസൂൺ കാലം തുടങ്ങാൻ പോകുകയാണോ? ഇതിനുള്ള ഉത്തരം വരും മണിക്കൂറുകൾ തീരുമാനിക്കും.